ഹലോ മുതൽ എന്തൊക്കെ പാട് സുഖമല്ലേ. അപ്പം നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ മമ്മൂക്കയുടെ കളങ്കാവലിൻ്റെ ടീസർ ഇന്ന് വന്നിട്ടോ. മക്കളെ എന്താ പറയുക, പൊളിച്ചടിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ജസ്റ്റ് 50 സെക്കൻഡുള്ള ഒരു ടീസറിൽ നിന്ന് നമ്മളെ വേറൊരു രീതിയിൽ പുള്ളിയേണ്ട അഴിഞ്ഞാടി. ജസ്റ്റ് ഒരു സീനിലെ പുള്ളീനെ കാണിക്കുള്ളൂ, പക്ഷെ ആ ഒരു സീന് മമ്മൂക്ക അഴിഞ്ഞാടി എന്നല്ല പറയുക, എന്താ പറയുക. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്നത് വിനായകനെയാണ്. അത് നമുക്കറിയാം, ഇതിൽ നായകൻ വിനായകനാണ്, മമ്മൂക്ക അതിൽ വില്ലൻ. മമ്മൂക്കയുടെ വലിയൊരു മനസ്സ് ഞാൻ പറയാതെ കേട്ടോ. കാരണം വിനായകനെ ഫസ്റ്റ് തന്നെയാണ് ഒരു നായക സ്ഥാനത്തുള്ള ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ടൈറ്റിലൊക്കെ വിനായകൻ എന്ന് എഴുതുമ്പോൾ സാധാരണ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ ഒരിക്കലും വരാത്ത സംഭവമാണ്. പക്ഷേ ഇതിൽ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, മമ്മൂക്ക പ്രൊഡക്ഷൻ ചെയ്യുന്ന മൂവിയാണ്. എന്നിട്ടും മമ്മൂക്കയെ ഒന്ന് ബാക്കിലാക്കിയിട്ടാണ് വിനായകനെ സ്ഥാനം കൊടുത്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടോ. ഒന്നും പറയാനില്ല. അത് നത്ത് എന്നുള്ള ഒരു ക്യാരക്ടറിലൂടെ ഒരു വിനായകനെ കാണിക്കണം. ഒരു ആൾ പോലീസാണ്. മമ്മൂക്ക ഒരു പെട്ടിക്കടയിൽ നിന്ന് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരു സീനായിട്ട് ഇങ്ങനെ കാണിക്കണം. മക്കളെ പുള്ളിയൊന്നും ഒരു സിനിമയിൽ ഇപ്പോൾ ഇതിന് മുമ്പുള്ള അദ്ദേഹം എത്രയോ 400ൻ്റെ മുകളിൽ സിനിമ ചെയ്ത ആളാണ്. പക്ഷെ അതിലൊന്നും കാണിക്കാത്ത, അതിലൊന്നും നമ്മൾ അനുഭവിച്ചറിയാത്ത ഒരു എക്സ്പ്രഷൻ പുള്ളി നമുക്ക് ഇട്ട് തരണ്ട കേട്ടോ. എന്താ പറയുക, പൊളിച്ചടിക്കും സെറ്റ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു വശീകരിക്കണ ഒരു പുള്ളിയുടെ കാണുമ്പോൾ, പുള്ളിയുടെ ആ മുഖത്തു നിന്ന് തന്നെ നമ്മൾക്ക് ആ എക്സ്പ്രഷൻ കാണുമ്പോൾ പുള്ളിയൊക്കെ എവിടെ ഇത് കൊണ്ടുവച്ചു. കാരണം എത്രയോ സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ്. 1, 2, 3, 4 അല്ല, ഒരുപാട് സിനിമകൾ. അദ്ദേഹത്തിൻ്റെ മുഖത്തെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം മാറുന്നത് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഈ മൂവി മമ്മൂക്കയുടെ കരിയറിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി. മമ്മൂക്കയുടെ കട്ട വില്ലനിസം, അദ്ദേഹത്തിൻ്റെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരുപാട് അഭിനയങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ത്രില്ലടിപ്പിക്കാനുള്ള എല്ലാ സംഭവം ഈ സിനിമക്കകത്ത് ഉണ്ടാവുന്നതിൽ ഒരു സംശയമുണ്ട്. കാരണം ആ ടീസറിന് നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിനെടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ക്യാമറ അടിപൊളി കേട്ടോ, ക്യാമറ അടിപൊളിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ BGM. ഓഫ് മക്കളെ, മാരക സാധനം എന്ന് പറഞ്ഞാൽ മാരക സാധനം. ഈ എന്താ ഇന്നലെ ഇതിൻ്റെ ടീസറിൻ്റെ അതിൻ്റെ BGM സ്കോർ അതിൻ്റെ ലീക്കായിരുന്നു. അതിൻ്റെ ട്രാക്ക് ലീക്കാക്കിയാൽ തോന്നും. പക്ഷേ അപ്പം തന്നെ മനസ്സിലാക്കണേ ഇതിൽ ഇന്ന രീതിയിൽ ഈ BGM ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ മമ്മൂക്കയാവും എന്നുള്ളത് കൺഫേം. കാരണം അങ്ങനത്തെ ഒരു നമുക്കറിയാം, ഇതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഈ മ്യൂസിക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന ആളെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കറക്റ്റ് അത് മനസ്സിലാക്കി തരണം. അതുപോലെ തന്നെ അത് ആ BGM വരുമ്പോഴാണ് പുള്ളിനെ കാണിക്കുന്നത്. മക്കളെ എന്താ, ഈ പടത്തിൽ ഒരു ജസ്റ്റ് ഒരു 50 സെക്കൻഡ് കാണിച്ചതിൽ ഇങ്ങനെയാണെങ്കിൽ ഈ പടം മൊത്തം എങ്ങനെയാവും? BGMൻ്റെ ഒരു അയ്യര് കളി തന്നെ ആവും. പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ തോട്ട്സ് കിട്ടുക, നല്ല രീതിയിലുള്ള ഐഡിയാസ്, നല്ല രീതിയിലുള്ള വെറുതെ മമ്മൂക്കൊക്കെ ഇങ്ങനെയുള്ളവരോട് കൂടെ എന്താണ് പറയുക, അഭിനയിക്കാനും അവരുടെ ഡയറക്ഷനിൽ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ആഗ്രഹം കേട്ടോ. പൊള്ളിച്ച് മക്കളെ, ഒന്നും പറയില്ല. മമ്മൂക്കയെ ഒരുപാട് കാലത്തിന് ശേഷം സ്ക്രീനിൽ കണ്ട ഒരു എന്താ പറയുക, നമുക്കൊരു ഇതിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പൊള്ളിച്ചട്ടിക്ക്. ഓക്കെ, ശരി എന്നാൽ.